എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി വീക്കെൻഡ്. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ലോങ് ടേമിൽ ഒരു 10-30% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 3-ാം തീയതി ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് കൂടി നോക്കുന്നു. ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ഈ 4 കാര്യവും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ലോങ് ടേം സ്റ്റോക്കിൽ അതായത് 10-30% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് JM ഫിനാൻഷ്യൽസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് അദാനി പോർട്സ് ആണ്. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക്സ് ഓഫ് ഈ ഒരു സ്റ്റോക്കാണ് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 1696 റുപ്പീസിൽ കറന്റ് ട്രേഡ് ചെയ്യുന്നു. 1935 വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 12% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് വെച്ച് നോക്കിയാൽ PE നല്ല കുറവാണ്. ROC 14.1 ROE 16.4, പിന്നെ ഡിവിഡൻഡ് yielding കൊടുക്കുന്നുണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റിയും 0.66%, പ്രൊമോട്ടർ ഹോൾഡിംഗ് 66 ഉണ്ട്. പിന്നെ ഇതും ഒരു ഗ്രോയിങ് ഗ്രാഫ് ആണ് കാണിക്കുന്നത്. ഈ ഒരു സർവീസസ് സെക്ടർ, ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ പോർട്ട് സർവീസസിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു നല്ല ഒരു ലോങ് ടേം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. സോ ആദ്യത്തെ സ്റ്റോക്ക് ലോങ് ടേമിൽ അദാനി പോർട്സ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. സെക്കൻഡ് വരുന്നത് JM ഫിനാൻഷ്യൽസ് തന്നെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന വാരി എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോക്കാണ്. വാരി എനർജി 2680 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ 2685 ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ല ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിലുണ്ട്. 3296 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 20% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE നല്ല ചീപ്പാണ്. 19.2 ഉള്ളൂ. ഡിവിഡൻഡ് yielding 0.07%. പിന്നെ ROC ROE ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 64%. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിന് നെഗറ്റീവ്സ് ഒന്നുമില്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അതായത് നല്ല ക്വാർട്ടർലി റിസൾട്ടും ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റി 31.2%. ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്ന ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. FI ഹോൾഡിങ്സും ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ തേർഡ് സ്റ്റോക്കിലേക്ക് കടക്കാം. തേർഡ് സ്റ്റോക്ക് റാഡിക്കോ ഖൈത്താൻ ഈ ഒരു സ്റ്റോക്കാണ്. റാഡിക്കോ ഖൈത്താൻ. സോ ഈ റാഡിക്കോ ഖൈത്താൻ 4341 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 4345 ബ്രേക്ക് ചെയ്താൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിലുള്ളൂ. 5000 ആണ് ടാർഗറ്റ് മോത്തിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 14% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവരുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE കുറവാണെങ്കിലും PE കുറച്ച് കൂടുതൽ തന്നെയാണ്. ഓക്കെ, ബട്ട് ROC ROE ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ഡിവിഡൻഡ് yielding ആണ്. 1943 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ് റാഡിക്കോ ഖൈത്താൻ. പിന്നെ ഈ ഒരു ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ തന്നെ സെക്കൻഡ് ലീഡിംഗിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഒരേ ഒരു നെഗറ്റീവേ ഉള്ളൂ, സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനെക്കാളും 17.5 ടൈംസ് ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത്. ബട്ട് ഇവർ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാലും FI ഹോൾഡിങ്സും കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ദെൻ നെക്സ്റ്റ് നാലാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. നാലാമത്തെ സ്റ്റോക്ക് വരുന്നത് മാരുതി സുസുക്കി ഇന്ത്യ ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ കുറച്ച് പ്രൈസി സ്റ്റോക്കാണ്. അപ്പോൾ 14,734 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും നല്ല ഒരു ഗ്രോത്തിന് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ 22% ഉയരാൻ സാധ്യതയുണ്ട്. 17,059 ആ ഒരു റേഞ്ച് വരെ പോകാൻ സാധ്യതയുണ്ട് എന്ന് മോത്തിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്കിന് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE നല്ല ചീപ്പാണ്. ചെറിയ രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്ന ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഒരു സ്റ്റോക്കാണ്. അതുപോലെ പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ നോക്കുന്ന ആ ഒരു സ്റ്റോക്ക് നുവാമ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന
ഫീനിക്സ് മിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഫീനിക്സ് മിൽസ് 1893 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1895 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 2495 ആണ് ലോങ് ടേം ടാർഗറ്റ് ഈ ഒരു സ്റ്റോക്കിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ബൈ റേറ്റിംഗ് ഉള്ള ഒരു സ്റ്റോക്കാണ്. 30% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് നുവാമ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പി കുറവാണ്. ROC ഒക്കെ കുഴപ്പമില്ല. 0.13% ഡിവിഡൻഡ് yielding കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനേക്കാളും 6.16 ടൈംസ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട്. പിന്നെ ഡിവിഡൻഡ് പേ ഔട്ട് ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ബട്ട് എന്നാലും ലോങ് ടേമിനാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഫീനിക്സ് മിൽസ് റിയാലിറ്റി 4th പ്ലേസിൽ ലീഡിംഗ് ആയിട്ട് വരുന്നു. ലോങ് ടേമിന് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. പിന്നെ പ്രൈസി സ്റ്റോക്ക് ആയതുകൊണ്ട് നിങ്ങൾ ഈ പ്രൈസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യാം. ബട്ട് അതല്ലാതെ ഇതും നല്ല ഒരു ലോങ് ടേം ബൈ തന്നെയാണ്. ഓക്കെ, ഇനി ഓഗസ്റ്റ് 3 നമുക്ക് ഏതൊക്കെ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ഇതെല്ലാം തന്നെ ഈ 3 സ്റ്റോക്ക് സുമീത് ബഗാദിയ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ കൂടിയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് 1308 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ടാർഗറ്റ് വരുന്നത് 1370 to 1400 ആ ഒരു റേഞ്ച് ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് 1249 എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇതാണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഓഗസ്റ്റ് 3 റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് ഭാരതി എയർടെൽ ആണ്. ഓക്കെ, ഭാരതി എയർടെൽ ഈ ഒരു സ്റ്റോക്ക് 1972 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് 1895 വെക്കാനും ടാർഗറ്റ് 2060 ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ ആണ് ടെക്നിക്കലി ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെ തേർഡ് സ്റ്റോക്ക് വരുന്നത് TVS മോട്ടോഴ്സ് കമ്പനി. ഈ ഒരു സ്റ്റോക്കാണ് 4313 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ടാർഗറ്റ് 4600 റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് 4070 വെക്കാനും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്കും ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. നല്ലൊരു സ്ട്രോങ് വോളിയം ഉണ്ട്. ഒരു ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നല്ല ഒരു ബുള്ളിഷ് റെക്കമെൻഡേഷനിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഗസ്റ്റ് 3 ആ ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്. ലോങ് ടേമിന് ഈ 5 സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ നല്ല സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാം എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക് വീഡിയോസ്, പിന്നെ ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ട് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. നന്ദി, നമസ്കാരം.